ഓൾറെഡി നമ്മൾ വിവിധ തരത്തിലുള്ള ചലനങ്ങളെ പറ്റി നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. അങ്ങനെയാണെങ്കിൽ ഈ കൊടുത്തിരിക്കുന്ന ഉദാഹരണങ്ങൾ അല്ലെങ്കിൽ ഈ കൊടുത്തിരിക്കുന്ന സിറ്റുവേഷനിലൊക്കെ ഏത് തരത്തിലുള്ള ചലനത്തിലാണ് ഉൾപ്പെടുന്നത് എന്ന് നമുക്കൊന്ന് നോക്കിയാലോ. അപ്പൊ ഏറ്റവും ആദ്യത്തെ ഉദാഹരണം നമുക്കറിയാം, ഒരു മാവിൽ നിന്നും ഒരു മാങ്ങ നേരെ താഴോട്ട് വരുവാണ്. നമുക്കറിയാം അല്ലെ, നമ്മളൊരു വസ്തു ഫ്രീ ആയിട്ട് താഴേക്ക് ഇട്ടാൽ അതെങ്ങനെയാണ് താഴോട്ട് വരുന്നത്? സ്ട്രെയിറ്റ് ആയിട്ടാണ് വരുന്നത്, അല്ലാതെ വളഞ്ഞു തിരിഞ്ഞൊന്നും അല്ലല്ലോ, അതായത് നേർരേഖയിലാണ് വരുന്നത്. സോ ഇങ്ങനെയുള്ള ചലനത്തെ നമ്മൾ എന്തായിരുന്നു വിളിക്കുന്നത്? നേർരേഖാ ചലനം അല്ലെങ്കിൽ ലീനിയർ മോഷൻ എന്നാണ് പറയുന്നത്. നേർരേഖാ ചലനം അല്ലെങ്കിൽ ലീനിയർ മോഷൻ. ഇനി അങ്ങനെയാണെങ്കിൽ അടുത്ത ഒരു ചിത്രം നോക്കിക്കേ. അടുത്തൊരു ചിത്രം എന്ന് പറഞ്ഞാൽ പമ്പരം കറങ്ങുവാണ്. ഈ പമ്പരം കറങ്ങുന്നത് എങ്ങനെയാണ്? അതിന്റെ ആ ഒരു മുഖ്യ അക്ഷത്തെ ആധാരമാക്കിയിട്ടുള്ള കറക്കമാണ്, അല്ലെങ്കിൽ അതിന്റെ തുലന സ്ഥാനത്തെ ആധാരമാക്കിയിട്ടുള്ള കറക്കമാണ്. സോ ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരായിരുന്നു റൊട്ടേഷൻ അല്ലെങ്കിൽ ഭ്രമണ ചലനം എന്ന് പറയുന്നത്. നമ്മുടെ ഭൂമിയുടെ സ്വയം കറക്കം തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. ഇനി അടുത്ത ഒരു എക്സാമ്പിൾ നോക്കിയാലോ. ഇവിടെ എന്താ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുന്നത്? ഒരു കല്ല് നമ്മളൊരു ചെറിയൊരു കയറെ കെട്ടിയിട്ട് നമ്മൾ അതിങ്ങനെ ചുഴറ്റുവാണ്. അപ്പൊ ആ കല്ലിന്റെ ആ ഒരു ചലനം എങ്ങനെയാണ്? യെസ്, ഇത് ആ ഒരു സർക്കുലാർ പാത്തിലാണ് അല്ലെ, ഒരു വൃത്തപാതയിലാണ്. സോ ഈ ഒരു ചലനത്തെ നമ്മൾ വിളിക്കുന്ന പേരായിരുന്നു സർക്കുലാർ മോഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ വർത്തുള ചലനം എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഏറ്റവും അവസാനമുള്ള ഈ ഒരു സിറ്റുവേഷൻ ഏത് തരത്തിലുള്ള ചലനമാണെന്നൊന്ന് പറഞ്ഞു തരണം. വേണമെങ്കിൽ കുറച്ച് ഹിന്റ് തരാം. ഇവിടെ വളരെ സ്പീഡായിട്ടാണ് നടക്കുന്നത്, അതുപോലെ തന്നെ ഇരുവശങ്ങളിലേക്കുമുള്ള ചലനമുണ്ട്. സോ ഇത്രയും ഹിന്റ് പറഞ്ഞ സ്ഥിതിക്ക് ഇത് ഏത് തരത്തിലുള്ള ചലനമാണെന്ന് നിങ്ങൾ എന്ത് ചെയ്യുക? ജസ്റ്റ് ഒന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. അപ്പൊ സീ യു സൂൺ. ബൈ.